ഇന്ത്യൻ മേഖലകളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ മാറ്റത്തിന് തന്നെ തുടക്കം കുറിച്ച ഏടായിരുന്നു യൂറോപ്യന്മാർ നേരിട്ട് ഇന്ത്യയിലേക്കുള്ള സമുദ്രസഞ്ചാര പാത കണ്ടുപിടിക്കുന്നത്. ഇന്ത്യൻ മേഖലകളിൽ നിന്ന് ലഭിക്കാവുന്ന അമൂല്യ വസ്തുക്കളും ഇന്ത്യയുടെ സമ്പന്നതയുമൊക്കെ അതിനൊരു കാരണവുമായിട്ടുണ്ടാകാം. പ്രാചീന കാലത്ത് തന്നെ ഇന്ത്യൻ മേഖലകളുമായി യൂറോപ്യൻ മേഖലകൾ കച്ചവടം നടത്തുന്നുണ്ട്. ഗ്രീസിലെയും റോമിലെയും ഒക്കെ ചരിത്രങ്ങളിൽ നിന്ന് ആ കാലത്ത് തന്നെ ഇന്ത്യയുമായി നടന്നു വന്ന കച്ചവട ശൃംഖലകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതുമാണ്. ഇന്ത്യൻ മേഖലയിലെ കച്ചവടക്കാർ അഫ്ഗാനിസ്ഥാൻ, പേർഷ്യ, അറബ്, ഈജിപ്ത്, തുർക്കി മേഖലകളിലൂടെ യൂറോപ്യൻ മേഖലകളിലേക്ക് ഒരു കാലത്ത് ചരക്ക് നീക്കവും നടത്തിയിരുന്നു. ആ കാലത്ത് തന്നെ പല യൂറോപ്യന്മാരും ഇന്ത്യൻ മേഖലകളിലേക്ക് സീ റൂട്ട് കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളും നടത്തിയിരുന്നു. ചിലർ ഇന്ത്യൻ ചരക്കുകൾ അറബിക്കടൽ, റെഡ് സീ, മെഡിറ്ററേനിയൻ വഴിയും പേർഷ്യൻ ഗൾഫ് വഴിയുമൊക്കെ ചരക്ക് നീക്കം നടത്തിയതായും കാണാവുന്നതാണ്. എന്നാൽ മധ്യകാലഘട്ടമായതോടെ ഈ സ്ഥിതിവിശേഷങ്ങൾക്ക് മാറ്റം വരികയുണ്ടായി. അറബ് രാജ്യങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന മുസ്ലിം ജനതയും മുസ്ലിം കച്ചവട മേഖലകളും ഈ മേഖലയിലെ കച്ചവടത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയും അവർ ആധിപത്യം സ്ഥാപിച്ചതിലൂടെ മറ്റ് മേഖലകൾ ലാഭം സൃഷ്ടിക്കുന്നത് തടയുകയുമുണ്ടായി. അതോടെ നേരിട്ട് യൂറോപ്പിനും ഇന്ത്യൻ മേഖലകൾക്കുമിടയിൽ ഒരു തടസ്സം സൃഷ്ടിക്കപ്പെട്ടു. അറബ് മേഖലകളുടെ സഹായത്തോടെ മാത്രം യൂറോപ്പിന് കച്ചവടം ചെയ്യേണ്ടതായ അവസ്ഥയും വന്നെത്തി. അത് അവർ തമ്മിലുള്ള ബന്ധങ്ങളിലും വിള്ളൽ വീഴ്ത്തി. ആ ഒരു കാലത്ത് ഇരു മേഖലകളും തമ്മിൽ നിരന്തരം പോരാട്ടങ്ങളുമൊക്കെ നടക്കുകയുണ്ടായി. ഏതായാലും മധ്യകാലഘട്ടത്തിൻ്റെ അവസാനത്തോടെ യൂറോപ്യൻ മേഖലയിൽ വലിയ തോതിലുള്ള നവോത്ഥാന പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയുണ്ടായല്ലോ. അറിവ് ഒരു പ്രധാന ഘടകമായി മാറി തുടങ്ങി. ഈ സമയം ഭൂമി ഉരുണ്ടതാണെന്നുള്ള വാദങ്ങൾക്കും ശക്തിയേറി വന്നു. അത്തരമൊരു ലോകത്താണ് ക്രിസ്റ്റഫർ കൊളംബസിനെ പോലുള്ളവർ സമുദ്രസഞ്ചാരത്തിൽ സാധ്യതകൾ തേടുന്നതും പുതിയ ദേശങ്ങളെ തേടുന്നതുമെല്ലാം. ഇന്ത്യയിലേക്ക് നേരിട്ടുള്ള സമുദ്രസഞ്ചാര പാത കണ്ടെത്തുക എന്നതും അത്തരം ലക്ഷ്യങ്ങളിൽപ്പെടും. ക്രിസ്റ്റഫർ കൊളംബസ് തൻ്റെ ദൗത്യങ്ങൾക്കായി പല രാജാക്കന്മാരോടും സഹായ അഭ്യർത്ഥനകൾ നടത്തുകയും ഒടുവിൽ സ്പെയിൻ രാജാവ് വേണ്ട സഹായങ്ങൾ നൽകുകയുമുണ്ടായി. അങ്ങനെയാണ് ക്രിസ്റ്റഫർ കൊളംബസ് അറ്റ്ലാന്റിക് ഓഷ്യൻ വഴി തൻ്റെ യാത്രകൾ ആരംഭിക്കുന്നത്. ഒട്ടനവധി കാലം യാത്ര ചെയ്യുകയും അവർ അങ്ങനെ ഒരു ദേശത്തെത്തുകയുമൊക്കെ ഉണ്ടായി. അവിടെ സ്പാനിഷ് പതാക ഉയർത്തുകയും ചെയ്തു. അദ്ദേഹം എത്തിച്ചേർന്ന മേഖല ഇന്ത്യ ഉൾപ്പെടുന്ന കിഴക്കൻ മേഖലയാണെന്ന് അദ്ദേഹം കരുതി. അവിടെയുള്ളവരെ റെഡ് ഇന്ത്യൻസ് എന്ന് കൊളംബസ് വിളിക്കുകയും ചെയ്തു. കൊളംബസ് സത്യത്തിൽ നോർത്ത് അമേരിക്കയുടെ ഭാഗമായി നിലനിൽക്കുന്ന ദ്വീപ് മേഖലകളിലേക്കാണ് എത്തിയത്. അപ്രകാരം യൂറോപ്യന്മാർ അമേരിക്കൻ മേഖല കണ്ടെത്തുന്നതിന് ഇത് സഹായകമായി മാറി. ഇതേസമയം പോർച്ചുഗീസ് മേഖലയിലും വലിയ തോതിൽ ഉദ്യമങ്ങൾ നടക്കുകയുണ്ടായി. കിഴക്കൻ മേഖലകളിലേക്ക് അഥവാ ഇന്ത്യൻ മേഖലകളിലേക്ക് വഴി കണ്ടെത്താനായി ബർത്തലോമ്യോ ഡയസിൻ്റെ നേതൃത്വത്തിൽ ഒരു ദൗത്യം സൃഷ്ടിക്കപ്പെടുകയും ആഫ്രിക്കയെ മറികടക്കാനായി യാത്ര പുറപ്പെടുകയുമുണ്ടായി. അങ്ങനെ സൗത്ത് ആഫ്രിക്കൻ മേഖലകളിലേക്ക് അദ്ദേഹം എത്തിയെങ്കിലും കടുത്ത കൊടുങ്കാറ്റ് കാരണം അവർക്ക് മുനമ്പ് കടന്ന് മുന്നേറാൻ സാധിക്കാതെ തിരിച്ചു പോവേണ്ടിയും വന്നു. അപ്രകാരം അദ്ദേഹം ഈ മേഖലയ്ക്ക് കേപ്പ് ഓഫ് സ്റ്റോം എന്ന പേരും നൽകി. എന്നാൽ അധികം താമസിയാതെ വാസ്കോ ഡ ഗാമയുടെ നേതൃത്വത്തിലുള്ള കപ്പൽപ്പട കേപ്പ് ഓഫ് സ്റ്റോം മറികടന്ന് 1498 കോഴിക്കോട് മേഖലകളിലേക്ക് എത്തിച്ചേരുകയുണ്ടായി. പലരും ചരിത്രം പഠിക്കുന്ന സന്ദർഭങ്ങളിൽ ക്രൂരതകളൊക്കെ കാണിച്ചിട്ടുള്ള വാസ്കോ ഡ ഗാമയെ എന്തിന് ഇത്ര പ്രാധാന്യത്തോടെ പഠിക്കുന്നു എന്ന ചോദ്യം ഉയർത്താറുണ്ട്. ലോക ചരിത്രത്തിൽ വാസ്കോ ഡ ഗാമയ്ക്ക് പ്രാധാന്യം ലഭിക്കുന്നത് അദ്ദേഹം ഇന്ത്യൻ മേഖലകളിലേക്കുള്ള സമുദ്രസഞ്ചാര പാത ആദ്യമായി കണ്ടെത്തി എന്നതുകൊണ്ടുകൂടിയാണ്. ഏതായാലും ആഫ്രിക്കൻ മുനമ്പ് അപകടങ്ങളില്ലാതെ കടന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് എത്തിയ വാസ്കോ ഡ ഗാമ കേപ്പ് ഓഫ് സ്റ്റോമിന് പകരം ആ മേഖലയ്ക്ക് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന പേര് നൽകി. അപ്രകാരം യൂറോപ്യന്മാർ ഇന്ത്യയിലേക്കുള്ള സമുദ്രപാത 1498 കണ്ടുപിടിച്ചു. അങ്ങനെ പുതിയൊരു ചരിത്രത്തിന് കൂടി തുടക്കം കുറിച്ചു. യൂറോപ്പിൽ നിന്ന് കച്ചവട മേഖലകൾ ഇന്ത്യയിലേക്ക് കച്ചവടത്തിനായി വന്നു തുടങ്ങി. അതോടെ യൂറോപ്യൻ മേഖലയിൽ കച്ചവട ശക്തിയാവാൻ പ്രബലർ പരസ്പരം മത്സരിക്കാനും ആരംഭിച്ചു. അതിൽ പ്രധാനം പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, ഫ്രഞ്ച് എന്നിവരൊക്കെ തന്നെ ആയിരുന്നു. അതിൽ ആദ്യത്തേത് സ്വാഭാവികമായും വഴി കണ്ടുപിടിച്ച പോർച്ചുഗീസ് തന്നെയാണ്. വാസ്കോ ഡ ഗാമ സീ റൂട്ട് കണ്ടുപിടിച്ച് കോഴിക്കോടെത്തുകയും സാമൂതിരിയെ കണ്ട് പോർച്ചുഗൽ രാജാവിൻ്റെ കത്തും സമ്മാനങ്ങളുമൊക്കെ നൽകുകയുമുണ്ടായി. അങ്ങനെ ഗാമയെ സാമൂതിരി സ്വാഗതം ചെയ്യുകയും കോഴിക്കോട് മേഖലയിൽ കച്ചവടം ആരംഭിക്കാനും സാധിച്ചു. അതിനുശേഷം എത്തിയ അൽബുക്കർക്ക് 1509 ഗോവൻ മേഖലകൾ പോർച്ചുഗീസ് അധീനതയിലാക്കി. അധികം താമസിയാതെ മറ്റ് പലയിടങ്ങളിലേക്കും പോർച്ചുഗീസ് ശക്തി വ്യാപിച്ചു.
കച്ചവടം നടത്തിയതുപോലെ നിലവിലുള്ള കച്ചവട മേഖലകളെ കൊള്ളയടിച്ചും പോർച്ചുഗീസ് ചരക്കുകൾ സൃഷ്ടിച്ചു. തദ്ദേശീയരായ ജനതയെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാത്തതുകൊണ്ട് തന്നെ പലപ്പോഴായി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പോർച്ചുഗീസ് ഗോവ, ദാമൻ, ദിയു മേഖലകളിലായി ഒടുവിൽ ചുരുങ്ങുകയും ചെയ്തു. മറ്റുള്ള യൂറോപ്യന്മാരോട് പോരാടിയതോടെ പോർച്ചുഗീസ് ആധിപത്യവും അവസാനിച്ചു. പോർച്ചുഗീസുകാരെത്തി ഏകദേശം ഒരു നൂറ്റാണ്ടുകാലം കഴിയുമ്പോഴേക്ക് ഡച്ചുകാർ ഇന്ത്യൻ മേഖലകളിലേക്ക് എത്തുകയുണ്ടായി. 1602 അവരതിനെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് വിളിക്കുകയും ചെയ്തു. നിലവിലുണ്ടായിരുന്ന പോർച്ചുഗീസുകാരുമായി നിരന്തരം പോരാടുകയും ഒടുവിൽ അവരെ തോൽപ്പിച്ച് ഡച്ചുകാർ വിജയികളായി തീരുകയുമുണ്ടായി. കിഴക്കൻ മേഖലകളിൽ നിന്ന് സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുപോവുക എന്നതായിരുന്നു ആ കാലത്ത് ഡച്ചിൻ്റെ പ്രധാന ലക്ഷ്യം. ഏതായാലും ശക്തരായി മാറിയ ഡച്ചുകാർ ആ കാല ഇന്ത്യൻ മേഖലയിൽ പലയിടത്തും ഫാക്ടറികൾ സ്ഥാപിച്ചു. മസൂലിപട്ടം, സൂറത്ത്, കാരയ്ക്കൽ, കാസിം ബസാർ, ബാലസോർ, പട്ന, കൊച്ചിൻ തുടങ്ങിയവയൊക്കെയാണ് അതിൽ പ്രധാനപ്പെട്ടവ. തുടർന്ന് ഇംഗ്ലീഷുകാരുമായി ഉണ്ടായ പോരാട്ടത്തിൽ ഇംഗ്ലീഷുകാർ വിജയിക്കുകയും ഡച്ച് ശക്തി ഇവിടെ അവസാനിക്കുകയുമാണ് ഉണ്ടായത്. 1600കളിൽ ഇന്ത്യൻ മേഖലകളിലേക്ക് എത്തിയ മറ്റൊരു ശക്തിയാണ് ഡെൻമാർക്ക് എന്നത്. ട്രാൻക്യുബാറൊക്കെ സൃഷ്ടിച്ച് നല്ല രീതിയിൽ വികസനം അവർ സൃഷ്ടിച്ചിരുന്നു. ബംഗാളിലെ സെറംപൂറും അവരുടെ നിർണായക കേന്ദ്രമായിരുന്നു. എങ്കിലും ആ കാലത്തെ മറ്റ് യൂറോപ്യൻ ശക്തികളെ വെച്ച് നോക്കുമ്പോൾ ഡെൻമാർക്ക് എന്നത് ശക്തി കുറഞ്ഞ ഒരു മേഖലയാണ്. ബ്രിട്ടീഷ് വിജയികളായി ഇന്ത്യയിൽ നിലകൊണ്ടപ്പോൾ ഡെൻമാർക്കിൻ്റെ മേഖലകൾ അവർക്ക് വിൽക്കുകയാണ് ഉണ്ടായത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലൂടെ ഇന്ത്യ തന്നെ കീഴടക്കിയ ബ്രിട്ടീഷിനെ പറ്റി സ്വാഭാവികമായും ഒട്ടേറെ പറയേണ്ടി വരും. ക്വീൻ എലിസബത്തിൻ്റെ കാലത്താണ് ബ്രിട്ടൻ അതിശക്തമായി തുടങ്ങുന്നത്. ഇംഗ്ലീഷ് ചരിത്രത്തിൽ നിർണായകമായ ഫ്രാൻസിസ് ഡ്രേക്ക് പോർച്ചുഗീസ് കപ്പലുകളെ യുദ്ധത്തിൽ തോൽപ്പിക്കുകയും ആ കപ്പലിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള സീ റൂട്ട് ലഭിച്ചുവെന്നും പറയപ്പെടുന്നു. അത് ഉപയോഗപ്പെടുത്തി 1580കളിൽ തന്നെ ഇന്ത്യയിലേക്കുള്ള പ്രയാണങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. 1600 ഡിസംബർ 31 ക്വീൻ എലിസബത്ത് നൽകിയ ചാർട്ടറോടെ അവരുടെ കച്ചവട തേടലുകളും ആരംഭിക്കുകയുണ്ടായി. ആ ഒരു കാലത്ത് ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യം അത്രയും ശക്തിയിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആരും ഭാവിയിൽ ഇംഗ്ലീഷിൻ്റെ നിയന്ത്രണത്തിലേക്ക് ഈ ഒരു മേഖല വരുമെന്ന് കരുതിയിട്ട് പോലും ഉണ്ടാവില്ല. ഏതായാലും ആ കച്ചവട താൽപ്പര്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായി മാറി. 1608 സംഘങ്ങൾ ഇന്ത്യയിലെത്തുകയുമുണ്ടായി. അതിൽ ക്യാപ്റ്റൻ ഹോക്കിൻസ് മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിനെ കാണാൻ ചെല്ലുകയും കച്ചവടം നടത്താൻ അനുവദിക്കണമെന്നും പറയുകയുണ്ടായി. 1609 തന്നെ സൂറത്തിൽ ഒരു സെറ്റിൽമെൻറ്റിന് അനുവാദം ലഭിച്ചു. 1613 ആ അനുവാദം സൂറത്തിലൊരു ഫാക്ടറി സ്ഥാപിക്കുന്നതിനുമായി. അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സൂറത്തിൽ ആദ്യത്തെ ഫാക്ടറിയും സ്ഥാപിച്ചു. മുഗൾ മേഖലയിൽ എപ്പോഴും ഈ ഒരു കാലത്ത് ഇംഗ്ലീഷുകാർ നിലനിന്നതായി കാണാവുന്നതാണ്. മുഗളരുമായി എപ്പോഴും സൗഹൃദം പുതുക്കുന്നതിന് ഇംഗ്ലീഷുകാർ ശ്രദ്ധിച്ചിരുന്നതായും അനുമാനിക്കാം. അതിലൂടെ മുഗൾ മേഖലയിൽ തന്നെ പലയിടത്തും കച്ചവട മേഖല സൃഷ്ടിക്കാൻ ബ്രിട്ടീഷിനായി. ഇതേ സമയം തന്നെ പല ചെറിയ മേഖലകളിലും ഇംഗ്ലീഷ് നീക്കങ്ങൾ നടത്തുകയുണ്ടായി. സൂറത്ത്, ആഗ്ര, അഹമ്മദാബാദ്, മസൂലിപട്ടം, ഹരിഹർപൂർ, ബാലസോർ, ഹൂഗ്ലി, കാസിം ബസാർ, പട്ന തുടങ്ങി പലയിടത്തും അവരുടെ സെറ്റിൽമെൻറ്റുകളുണ്ടായി. എന്നാൽ കാലം കഴിഞ്ഞപ്പോൾ മദ്രാസ്, ബോംബെ, കൽക്കട്ട എന്നീ മേഖലകൾ ഇംഗ്ലീഷിൻ്റെ തലവര തന്നെ മാറ്റുകയുണ്ടായി. ഇന്ത്യൻ മേഖലയിൽ ബ്രിട്ടീഷിൻ്റെ തന്ത്രപ്രധാന ഇടങ്ങളായി ഈ 3 മേഖലകളും മാറുകയുണ്ടായി. 1639 ഫ്രാൻസിസ് ഡേ എന്ന ഇംഗ്ലീഷുകാരനാണ് മദ്രാസിൻ്റെ തുടക്കം സൃഷ്ടിക്കുന്നത്. ചന്ദ്രഗിരി ഭരണാധികാരിയിൽ നിന്ന് തീരമേഖലയിലെ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് നൽകുകയാണ് ഉണ്ടായത്. അങ്ങനെ അവിടെ ഫോർട്ട് സെയിൻറ്റ് ജോർജ് സൃഷ്ടിക്കുകയും ബ്രിട്ടീഷിൻ്റെ കരുത്തുറ്റ മേഖലയായി അത് വളരുകയും ചെയ്തു. ബോംബെയും അതുപോലെ തന്നെ. പോർച്ചുഗീസ് അധീനതയിലുണ്ടായിരുന്ന ബോംബെ മേഖലകൾ പോർച്ചുഗീസ് രാജാവിൻ്റെ മകളായ കാതറീനും ഇംഗ്ലണ്ട് രാജാവായ ചാൾസ് രണ്ടാമനുമായുള്ള വിവാഹവുമായി ബന്ധപ്പെട്ട് നൽകുകയാണ് ഉണ്ടായത്. ചാൾസ് രണ്ടാമൻ അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് 1668 നൽകുകയുണ്ടായി. അതോടെ കമ്പനി ബോംബെയിൽ നിർണായകമായ ശക്തിയായി മാറി. ഇന്ത്യയിൽ ഇംഗ്ലീഷ് ആധിപത്യത്തിന് തന്നെ തുടക്കമിട്ട സെറ്റിൽമെൻറ്റ് ആയിരുന്നല്ലോ കൊൽക്കത്തയിലേത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ചരിത്രവുമായി ബന്ധപ്പെട്ട് കൊൽക്കത്തയ്ക്ക് പ്രാധാന്യം കൂടും. 1690 ഇംഗ്ലീഷ് സെറ്റിൽമെൻറ്റിൻ്റെ തുടക്കം. സുൽത്താൻ നദി എന്ന പ്രദേശത്താണ് ആദ്യമായി സെറ്റിൽമെൻറ്റ് സ്ഥാപിക്കുന്നത്. അത് പിന്നീട് ഇംഗ്ലീഷ് സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായി 1911 വരെയും നിലകൊണ്ടു എന്നത് മറ്റൊരു ചരിത്രം. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കച്ചവടം നടത്താനായി ഔറംഗസേബ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ചില പദവികൾ നൽകുകയുണ്ടായി. അതിലൂടെ ഇംഗ്ലീഷ് ഈ മേഖലകളിൽ വളരാൻ ആരംഭിച്ചു. സുൽത്താൻ നദി, കാലിക്കാട്ട, ഗോവിന്ദ്പൂർ എന്നീ മേഖലകളുടെ നായകരായും ബ്രിട്ടീഷുകാർ മാറി.
ഈ മേഖലകളാണ് പിന്നീട് കൊൽക്കത്തയാവുന്നത്. അവരവിടെ നിർണായകമായ കോട്ടയും സൃഷ്ടിച്ചു. അതാണ് ഫോർട്ട് വില്യം. ഇതിലൂടെയാണ് ബ്രിട്ടീഷ് വളരുന്നത്. ആ ഒരു കാലത്ത് മുഗൾ സാമ്രാജ്യമൊക്കെ തകർന്ന് ആഭ്യന്തരമായി ഒട്ടനവധി മേഖലകൾ പരസ്പരം മത്സരിച്ചപ്പോൾ കച്ചവടത്തിനായി വന്നെത്തിയ ബ്രിട്ടീഷും അതിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അതിലൊടുവിൽ വിജയിയായി മാറുകയും ചെയ്തു എന്നത് ചരിത്രം. ഇന്ത്യയിലേക്കെത്തിയ പ്രബലരിൽ മറ്റൊരാളാണ് ഫ്രഞ്ച് എന്നത്. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ സൃഷ്ടിക്കപ്പെടുന്നത്. 1668 ഫ്രഞ്ച് കമ്പനി സൂറത്തിലും പിന്നീട് മസൂലി പട്ടണത്തും ഫാക്ടറികൾ സ്ഥാപിച്ചു. 1674 ഏറ്റവും നിർണായകമായ പുതുച്ചേരിയും അവർ സ്ഥാപിച്ചു. പുതുച്ചേരിയിലൂടെ ഫ്രഞ്ച് കമ്പനി ഇന്ത്യൻ മേഖലയിൽ അതിവേഗം വളരുകയുണ്ടായി. പുതുച്ചേരി ഫോർട്ടിഫൈഡ് സിറ്റിയായി മാറി. ഫ്രഞ്ച് ഗവർണർമാർ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിനുള്ള നടപടികളിലേക്കും കടന്നു. ഫ്രഞ്ച് ശക്തിയൊക്കെ കണ്ട് പല ഇന്ത്യൻ രാജ്യങ്ങളും അവർക്കൊപ്പം നിന്നിട്ടുണ്ട്. എന്നാൽ ഇംഗ്ലീഷ് കമ്പനിയുമായി അവർക്ക് പോരടിക്കേണ്ടിയും വന്നു. അതിൽ ഫ്രഞ്ച് ശക്തി പരാജയപ്പെട്ടു.